ഈരാറ്റുപേട്ട നഗരസഭ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് കഴിഞ്ഞ 7-8 മാസക്കാലമായി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്ന വലിയ മുദ്രാവാക്യത്തിന്റെ ഭാഗമായി ഗുണപ്രവർത്തനം നടത്തി വരുന്നതിന്റെ സമാപന ദിവസമായി ഇന്ന് ബഹുമാന്യായ ചെയർപേഴ്സൺ സൂറ അബ്ദുൽ ഖാദർ, നഗരസഭയിലെ പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു നല്ല നഗരം, ഒരു സൗന്ദര്യമുള്ള നഗരം, പരിശുദ്ധി ശുദ്ധമായ നഗരം, മാലിന്യമില്ലാത്ത നഗരം നഗരസഭാ ഭരണസമിതിയുടെ മനസ്സിൽ മാത്രമല്ല, ഓരോ മനുഷ്യന്റെ മനസ്സിൽ അത് കൃത്യമായി ആലേഖനം ചെയ്യപ്പെട്ട് വളരെ കൃത്യമായി ദേശീയ അടിസ്ഥാനത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിലും ഹരിത ട്രിബ്യൂണൽ തുടങ്ങി സുപ്രീം കോടതി അടക്കം കേരള ഹൈക്കോടതി അടക്കം കേന്ദ്ര ഗവൺമെന്റ് അടക്കം സംസ്ഥാന ഗവൺമെന്റ് അടക്കം നഗരസഭ വരെ വളരെ കൃത്യമായി ഒരു വർഷക്കാലമായി അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ മുന്നോട്ട് പോകുകയും സംസ്ഥാന സർക്കാർ നിർദ്ദേശം അനുസരിച്ച് മാലിന്യമുക്ത നഗരമായി ഈരാറ്റുപേട്ട നഗരസഭ പ്രഖ്യാപിച്ച് മതിയാകും. അതുമായി ബന്ധപ്പെട്ട് 95% പ്രവർത്തനങ്ങളും നമ്മുടെ നഗരസഭാ ചെയർപേഴ്സന്റെയും ആരോഗ്യസമിതി ചെയർപേഴ്സന്റെയും സെക്രട്ടറിയും നമ്മുടെ HS അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ലിമിറ്റഡ് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ലിമിറ്റഡ് ദിവസങ്ങളിൽ ഒരു സംവിധാനം ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയും. നാം ക്ലീൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ക്ലീൻ ചെയ്ത് മീനച്ചിലാറ്റിന്റെ കൈവരി ക്ലീൻ ചെയ്ത് മാറി 5 മിനിറ്റ് കഴിയുമ്പോൾ ഇന്നും ഈരാറ്റുപേട്ടയിലെ 2 മിനിറ്റിലായ കൈവരിലേക്ക് യാതൊരു ദാക്ഷിണ്യമില്ലാതെ ആളുകൾ മാലിന്യം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളി പരിമിതികൾ, ആ പരിമിതികൾ എന്ന് പറയുന്നത് എത്ര ശ്രമിച്ചാലും നമ്മുടെ പള്ളികളിൽ നാം കൃത്യമായി റമദാൻ മാസത്തിന് മുമ്പ് എല്ലാ ഇമാമുമാരും ഏതാണ്ട് 44ഓളം പള്ളികൾ കൃത്യമായി ഉദ്ബോധനം ചെയ്തിട്ട് പോലും ഒന്നും അനുസരിക്കാൻ തയ്യാറാക്കി ഇപ്പോഴും ആളുകൾ മാലിന്യം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പൊതുസ്ഥിതി. അതായത് എത്രത്തോളം മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ളതിന് ഒട്ടേറെ ഉദാഹരണം നമുക്കുണ്ട്. നാം ഈരാറ്റുപേട്ട നഗരസഭ കഴിഞ്ഞ 4 വർഷക്കാലമായി റോഡ്, വെള്ളം, വെളിച്ചം, പൊതുപരിപാടികളായ അഗ്രികൾച്ചർ സ്പൈസ് മാർക്കറ്റ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഭരണസമിതി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഒരുവിധമൊക്കെ ആരംഭിക്കുവാനും ചിലതൊക്കെ പൂർത്തിയാക്കുവാനും കഴിഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഇനി പൊതു റോഡുകൾ 100% എന്നല്ല അവസാനിച്ചത് കൊണ്ടും ഡിവിഷൻ റോഡുകൾ 85-90% പൂർത്തിയാക്കിയത് കൊണ്ടും ഈ വർഷം നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് 371 കുടുംബങ്ങൾക്ക് ഭവനരഹിതരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് രണ്ടാമത് ഈരാറ്റുപേട്ട നഗരസഭ മാലിന്യമുക്തമാക്കി അതോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. കടുവാമൂടി ഭാഗത്ത് നമ്മുടെ മകരമായി 8 ലക്ഷം രൂപ മുടക്കി ഈരാറ്റുപേട്ട ആദ്യമായി ഓപ്പൺ ജിം നമുക്കൊരു 15 ദിവസത്തെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന വിധം വളരെ മനോഹരമായി പെയിന്റ് അടിച്ചതിന്റെ പൂർത്തിയായി ടൈൽസ് ഇട്ട് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ 2-3 ദിവസം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജനത്തിന്റെ ആദ്യമായി ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്യപ്പെടും. അതോടൊപ്പം നമ്മുടെ 2 പാലങ്ങൾ, നഗരസഭയുടെ കീഴിലുള്ള പാലങ്ങൾ ആദ്യം ചെയ്തുകൊണ്ട് ബാക്കി നമ്മുടെ പ്രധാനപ്പെട്ട ഈരാറ്റുപേട്ട നഗരസഭയുടെ മുഖമായ 2 പ്രധാനപ്പെട്ട പാലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് PWയോടും റിക്കിനോടും അനുവാദം ചോദിച്ചിട്ട് അതുകൊണ്ട് അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട നഗരസഭയുടെ 4 പാലങ്ങളും വളരെ മനോഹരമായി ചെടിവെച്ചും ദീപാലങ്കൃതമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നഗരത്തിന്റെ മുഖം മാറ്റുകയാണ്. ഈരാറ്റുപേട്ട നഗരസഭയുടെ നടക്കിലുള്ള MS കുളം എന്ന് പറഞ്ഞാൽ കുളം, അത് മനോഹരമായി അവിടെ പരിസ്ഥിതിക്കോ ജലത്തിന്റെ സംവിധാനത്തിലോ യാതൊരു മാറ്റം വരുത്താതെ അതും കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞു. അത് നാം പൂർത്തിയാക്കി കഴിയുമ്പോൾ പിന്നെ ഈരാറ്റുപേട്ട നഗരസഭയുടെ തെരുവീഥികളും നഗരവീഥികളും എന്ന് വേണ്ട മുഴുവൻ സ്ഥലങ്ങളിലും മാലിന്യമുക്തമായി ബന്ധപ്പെട്ട മറ്റ് ഇതര സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ നഗരത്തെ മാലിന്യമുക്തമാക്കി മാറ്റാൻ ഈ പരിശുദ്ധ റമദാനിന്റെ അവസാന കാലങ്ങളിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട്
നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ അയൽക്കാരെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ബന്ധുക്കളെ ഈ സംവിധാനത്തിന്റെ പ്രസക്തിയും പ്രശസ്തിയും പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അതെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ഒരു സുന്ദരമായ ഇരാറ്റുപേട്ട നഗരം നമുക്കെല്ലാം വിഭാവനം ചെയ്യാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ്. അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നഗരസഭയുടെ വൈസ് ചെയർമാൻ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൊതുപരിപാടിയാണ്. പ്രിയപ്പെട്ട അൻസർ പുള്ളൂരിനെ ഈ നഗരസഭയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന പൊതുജനങ്ങളുടെ പേരിൽ ഹാർദവമായ സ്വാഗതം ചെയ്യും. ഉദ്ഘാടനം ചെയ്യുന്ന നഗരസഭയുടെ ബഹുമാനീയ ചെയർപേഴ്സൺ, ശക്തമായ നമുക്ക് നേതൃത്വം നൽകുന്ന നഗരസഭ ചെയർപേഴ്സൺ അബ്ദുൽ ഖാദറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റ് വിശിഷ്ടാതിഥികളെയും സ്വാഗതം ആശംസിച്ച് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. മാലിന്യമുക്ത നവകേരളം എന്ന മാലിന്യമുക്ത പ്രയത്നം ചെയ്യുന്ന അനുസരിച്ച് മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാട്ടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ ഇത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കുന്നു. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇരാറ്റുപേട്ട നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്ന ഒരു സുദിനമാണിത്. നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം എന്ന വലിയ ഒരു യജ്ഞത്തിന്റെ ഭാഗമായി ഈരാറ്റുപേട്ട നഗരസഭയിൽ നിലകൊണ്ടു. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറഞ്ഞ വിസ്തൃതിയിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങിവസിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുള്ള ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനം എന്നത് വലിയൊരു ബാലികേറാമല തന്നെയായിട്ടാണ് നഗരസഭയെ സംബന്ധിച്ച് എപ്പോഴും അവശേഷിക്കുന്നത്. പക്ഷേ വലിയൊരു കൂട്ടായ്മയുടെ പരിഷ്കൃത ഫലമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൻ്റെത് അതുപോലെ വന്ന് താമസിക്കുമ്പോൾ ആ കെട്ടിട ഉടമകളെ മുഴുവൻ വിളിച്ച് പല രീതിയിലുള്ള ശിക്ഷാ നടപടികളിലെയും RR എന്ന് പറയുന്ന സംവിധാനങ്ങളൊക്കെ ചുമത്തിക്കൊണ്ടും വീട് ഈടാക്കിക്കൊണ്ടുമൊക്കെ അവരെ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർ തലയെണ്ണി കാശ് വാങ്ങുമ്പോൾ അവർക്കുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങളോട് ഒരുക്കി കൊടുക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം നമുക്ക് നൽകുവാൻ സാധിച്ചു. കൂടാതെ നമ്മൾ പലതരത്തിലുള്ള പ്രോജക്റ്റുകളിലൂടെ നമ്മുടെ നാടിന്റെ ഈ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, അതായത് ഞങ്ങൾ 2020 ചാർജ് ചെയ്ത് 2021 പുതിയ പ്രോജക്റ്റ് പോയപ്പോഴേ നഗരസഭയ്ക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ക്ലീൻ ഹോം ക്ലീൻ സിറ്റി. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ഈ 4ാം വർഷം നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി നമ്മൾ പല രീതിയിലുള്ള പല രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകളെ സംയോജിത പ്രോജക്റ്റുകളാക്കിക്കൊണ്ടാണ് നമ്മൾ അനുവർത്തിയമാക്കിയത്. അത് നമ്മുടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്ക് അതിലേക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ കണ്ടിജന്റ് വർക്കേഴ്സ് ഊണും ഉറക്കവും ഒഴിച്ച്, ഞാൻ ആദ്യമേ ഒരു വിഷയമാക്കുന്നത് നഗരസഭയുടെ ഭാഗമാണത്. നഗരസഭയിൽ ഞങ്ങൾ ചെയ്യുന്ന അതേ പ്രവൃത്തി നമ്മുടെ നഗരസഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അവരെല്ലാവരും കൈകോർത്തുകൊണ്ട് എവിടെയാണോ ഒരു അപാകതയുള്ളത് രാവിലെ നമ്മളെല്ലാവരും ഉണരുന്നതിന് മുമ്പേ ഉണർന്ന് നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങൾ നീക്കുവാനായിട്ട് എപ്പോഴും കർമ്മനിരതരായിട്ടുള്ളതാണ് ഞങ്ങളുടെ നഗരസഭയിലെ കണ്ടിജന്റ് വർക്കേഴ്സ്. അപ്പം അവർ ഏതൊരു അപാകത വന്നാലും ഏതൊരു സമയത്താണെങ്കിലും ഞങ്ങളെ വിളിച്ചറിയിക്കുകയും അത് ഞങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് അറിയിച്ചുകൊണ്ട് ആ അപാകതകളൊക്കെ പരിഹരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് മാലിന്യമുക്ത വീടുകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സംഘടനകൾ, നമ്മൾക്ക് നഗരസഭയ്ക്ക് ഇതിലേക്ക് എത്താൻ നമ്മളോടൊപ്പം പ്രവർത്തിച്ച സംഘടനകൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ അവരുടെ ഏറ്റവും നല്ല അയൽക്കൂട്ടങ്ങളെ തിരഞ്ഞെടുക്കൽ, അതുപോലെ തന്നെ നമ്മുടെ പല രീതിയിലുള്ള എന്താ പറയുക മാലിന്യമുക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ധാരാളം വ്യക്തിത്വങ്ങൾ, ഇവരെയൊക്കെ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു നഗരസഭാ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നത്. ഇനിയൊക്കെ ഏകദേശം ക്ലിയർ ചെയ്ത്
റോഡുകൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ വൃത്തിയാക്കാനായിട്ടുണ്ട്. കാരണം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വൃത്തിയാക്കി പോകുമ്പോൾ തന്നെ വീണ്ടും വലിച്ചെറിയുന്ന ഒരു പ്രവണതയുണ്ട്. ശക്തമായി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾ 28 കൗൺസിലർമാരും അതിൽ ഇടപെടില്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള തീരുമാനങ്ങളും നിഷ്പക്ഷതയും എടുത്തോളാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടെത്തിക്കൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വരുമ്പോൾ അങ്ങോട്ടേക്ക് വീണ്ടും വലിച്ചെറിയുന്നു. അവരെ കണ്ടെത്തിക്കൊണ്ട് തന്നെ അവരെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് തന്നെ ആ മാലിന്യം മാറ്റി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നഗരസഭ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇനിയും കുറേയൊക്കെ ചെറിയ രീതിയിലുള്ള അപാകതകളുണ്ട്. അപാകതകളെല്ലാം തന്നെ തീർച്ചയായിട്ടും 98% പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അതിന് ഞാൻ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ പ്രഖ്യാപിക്കേണ്ടത് അദ്ദേഹം അത് പൂർത്തീകരിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് നോമ്പുകാലമാണ്, നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഈ മീറ്റിംഗ് പിരിച്ചുവിടേണ്ടതായിട്ടുള്ളതാണ്. മാലിന്യമുക്ത നഗരസഭ പ്രഖ്യാപനവും നഗരസഭ ചെയർപേഴ്സണിൽ ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. വീടും പരിസരമൊക്കെ ശുദ്ധിയാണ്, പക്ഷെ പരിസര ശുദ്ധിയാകുന്നതിനോട് നമുക്കൊരു വലിയ താതാത്മ്യം പ്രാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. അധികം നമുക്ക് സമയമില്ലെന്ന ചെയർമാൻ പറഞ്ഞു. കുട്ടി മരിച്ചു. അപ്പം പുതിയ വീട്, നല്ല പരിസരം, നല്ല സംവിധാനം. ആ കുട്ടിയെ നേരെ അന്ന് PMC കൊണ്ടുവന്ന സംശയമുണ്ട്. മേലിലേക്ക് കൊണ്ടുപോയി അവർ ചൂട് പനിയാണ്, മറ്റാശത്തെ കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിയസത്തെ കൊണ്ടുപോയി അവർ പറഞ്ഞ ICIT കുട്ടികളുടെ ആശത്തെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ പോയി 3 ദിവസം ചികിത്സിച്ചു. ഇവരുടെ ഈ പനി വളരെ അധികരിച്ചു. എറണാകുളം മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി 4 കൊച്ചു മരിച്ചുപോയി. അപ്പൊ തിരുവനന്തപുരത്ത് വരെ ആരോഗ്യ പ്രവർത്തകർ എന്റെ ആദ്യത്തെ പരിസരവും പരിശോധിക്കാൻ കുടുംബശ്രീ ഞാൻ പിന്നീട് പറയാം. അങ്ങനെ എവിടെ നോക്കിയിട്ടും ഒരു പരിസരം മലിനീകരണം കാണുന്നുണ്ട്. പക്ഷേ അതിൽ വന്ന ഓരോ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നമുക്ക് ഈ വീടിന് റൂഫൊന്ന് പരിശോധിക്കണം. അങ്ങനെ വീടിന് 10 പേർ പരിശോധിക്കുമ്പോൾ ഒരു പെയിന്റ് വീടിനകത്ത് ഈ നീല വരെയുള്ള മെലിഞ്ഞ കൊതുക് പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടായിരിക്കുകയാണ്. ഡെങ്കിപ്പനിയുടെ കൊടുക്കാമെന്ന് അത് മനസ്സിലായി. ഈ കാര്യം എന്താണ് പറയുന്നത് ചോദിച്ചാൽ, എന്റെ വീട്ടിൽ കുറെ വേസ്റ്റുകളുണ്ട്. അപ്പൊ എന്നെ അറിയാൻ പറ്റുന്ന ആരുമില്ല. അപ്പൊ അത് ഡിസ്പോസ് ചെയ്യേണ്ട എന്റെ ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് ഇതിൽ 2 കുടുംബശ്രീയുടെ പെണ്ണുങ്ങൾ വന്നു എന്റെ ഭാര്യയെ നല്ലപോലെ ഷൗട്ട് ചെയ്തു. ഇങ്ങനെ നന്നായിട്ടപ്പോൾ ഞാൻ എന്റെ തന്നെ സീനിയർ ആയിട്ടുള്ളവരാണ്. അങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അവരുടെ ആത്മാർത്ഥത ഞാനവിടെ കണ്ടത്. അങ്ങനെ നമ്മുടെ നാട് ശുചിയാക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗം നിരവധി കൈത്തോടുകളുമാണ്. ആ കൈത്തോടും പുഴയും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ശുദ്ധീകരിക്കുവാൻ പല പ്രാവശ്യം കഴിയേണ്ടി വരും. അതുകൊണ്ട് സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ആരോഗ്യ പ്രവർത്തകർ സ്ഥലം ചെയ്ത് പ്രവർത്തിച്ചാൽ പോലും തീരാത്തത്രയും മാലിന്യം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ 6 തോടുകൾക്ക് ഉണ്ട്. അതിഥി തൊഴിലാളികളുടെ അതിപ്രസംഗം കൊണ്ട് മാത്രം നമുക്കറിയാം. വൈകുന്നേരങ്ങളിൽ ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ഈ ആറിന്റെ സൈഡുകളിൽ പോവുകയാണെങ്കിൽ പടപടാന്ന് സൗണ്ട് കേൾക്കാം. എടുത്ത് കിറ്റിലെടുത്ത് ആരിലേക്ക് എന്ത് എളുപ്പമാണ്. ഈ നമ്മുടെ ഈ മോശമായ ചുറ്റുപാടാണ് മാറേണ്ടിയിരിക്കുന്നത്. അത് മാറാത്തോളം കാലം നമ്മൾ എല്ലാ വർഷവും ഇത് കൂടി ആഘോഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് മുമ്പോട്ട് പോകും. പിന്നെയും അടുത്ത മാസങ്ങളിൽ ഇത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർമാർ ഈ 5 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും പരസ്പരം ചോദിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോയി നമ്മൾ ടൗണിലെ മാലിന്യങ്ങൾ മാറ്റാൻ സാധിച്ചു. എന്തുകൊണ്ട് ഇത് സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൂടാ? എന്റെ വീട് മാത്രം വൃത്തിയായാൽ പോരാ, നാടും നഗരവും വൃത്തിയാകണവും എന്തുകൊണ്ട് ഓരോ മനുഷ്യർക്കും തോന്നുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്.